വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത. എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ, സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാത്തരം പുതിയ കമ്പനി ടയറുകളും യഥേഷ്ടമൊരുക്കി CN ടയേഴ്സ്. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് UDF ഭരണസമിതിയിൽ പാളയത്തിൽപ്പട. വാർഷിക പദ്ധതി ആസൂത്രണവുമായി ബന്ധപ്പെട്ട് അംഗങ്ങളെ അറിയിക്കാതെ പ്രസിഡന്റും സെക്രട്ടറിയും പദ്ധതി തയ്യാറാക്കിയെന്നാരോപിച്ച് കോൺഗ്രസ് അംഗം NA മുബാറക് രംഗത്ത്. ഇത് സംബന്ധിച്ച് ഓംബുഡ്സ്മാനും മുബാറക് പരാതി നൽകിയിട്ടുണ്ട്. സാമ്പത്തിക ലാഭം നോക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഡിവിഷനിലേക്കാണ് പദ്ധതി വിഹിതം നീക്കിവെച്ചിട്ടുള്ളത്. ഇതിനെതിരെ കോൺഗ്രസ് അംഗങ്ങൾ ഒറ്റക്കെട്ടാണ്. വണ്ടൂർ ബ്ലോക്കിലെ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം മെമ്പർമാരും അറിയാതെ, വണ്ടൂർ ബ്ലോക്കിലെ തന്നെ മറ്റ് മെമ്പർമാരാരും അറിയാതെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് ഒരു പദ്ധതി രൂപീകരിച്ച് അത് DPCക്ക് സമർപ്പിച്ചു. ഓഗസ്റ്റ് മാസം 13-ാം തീയതി ചേർന്ന DPC യോഗത്തിൽ ഈ പദ്ധതി വരുമ്പോൾ അതിൻ്റെ തലേ ദിവസം തന്നെ നടപടികളൊന്നും പാലിച്ചിട്ടില്ല എന്ന് തെളിവ് സഹിതം ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി കൊടുത്തു. പക്ഷെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അവിടെയുള്ള രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് ആ പദ്ധതിക്ക് അംഗീകാരം വാങ്ങി. അതിനുശേഷം ഓഗസ്റ്റ് മാസം 27-ാം തീയതി ബ്ലോക്ക് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ഞങ്ങൾ 5 കോൺഗ്രസ് മെമ്പർമാർ ചേർന്ന് മലപ്പുറം ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകി. ആ പരാതിയെക്കുറിച്ചുള്ള അന്വേഷണം നീണ്ടുപോയ ഒരു സാഹചര്യത്തിലാണ് നീതി ലഭിക്കുന്നതിന് വേണ്ടി വണ്ടൂർ ബ്ലോക്കിലെ കോൺഗ്രസിൻ്റെ 5 കോൺഗ്രസിൻ്റെ മെമ്പർമാരുടെ ഡിവിഷനെ ഒഴിവാക്കി തൃക്കലങ്ങോട് പഞ്ചായത്തിലേക്ക് മാത്രം, അതും ചില സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ചുള്ള ചില പദ്ധതികൾ, അതുമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും മുന്നോട്ട് പോയ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ആ സംസ്ഥാന ഓംബുഡ്സ്മാന് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ പരാതി കൊടുക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഓംബുഡ്സ്മാന് പരാതി നൽകുന്നത്. ആദ്യം കളക്ടർക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല. തുടർന്ന് പാലക്കാടും എറണാകുളത്തും വെച്ച് 2 സിറ്റിംഗ് നടന്നതായും NA മുബാറക് പറയുന്നു. ഓംബുഡ്സ്മാന്റെ ആദ്യ സിറ്റിംഗ് കഴിഞ്ഞ 21-ാം തീയതി പാലക്കാട് വെച്ച് നടന്നു. പരാതിക്കാരൻ എന്ന നിലയിൽ ഞാൻ അതിനകത്ത് ഹാജരായി. പക്ഷെ എതിർകക്ഷിയായ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയായോ സിറ്റിങ്ങിന് ഹാജരായില്ല. അപ്പോൾ എതിർകക്ഷിക്ക് MC കേസ് രജിസ്റ്റർ ചെയ്ത് ഷോക്കോസ് നോട്ടീസ് കൊടുത്തു. വീണ്ടും കഴിഞ്ഞ മാസം 31-ാം തീയതി എറണാകുളത്ത് വെച്ച് സിറ്റിംഗ് നടത്തി. എറണാകുളത്തെ സിറ്റിങ്ങിൽ ഓംബുഡ്സ്മാൻ ഞാൻ നൽകിയ രേഖകളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിങ്ങുകളുടെ മിനിറ്റ്സ്, ഭരണസമിതി യോഗത്തിൻ്റെ മിനിറ്റ്സ്, ഗവൺമെൻറ്റിൻ്റെ മാർഗരേഖയുടെ കോപ്പി, അതൊക്കെ വെച്ച് തെളിവ് സഹിതം ഞാൻ അവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ വാക്കാൽ ഓംബുഡ്സ്മാനെ നിരീക്ഷിച്ചിട്ടുള്ളത്, ഏത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഏത് പദ്ധതിയുമായി മുന്നോട്ട് പോയാലും ഓംബുഡ്സ്മാൻ്റെ ഒരു അന്തിമ വിധിക്ക് വിധേയമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അവസാന വിധിക്കുള്ള സിറ്റിംഗ് ഈ അടുത്ത മാസം മലപ്പുറത്ത് വെച്ച് നടക്കും എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പദ്ധതി രൂപീകരണവും ഇവിടെ നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ അറിയേണ്ട കാര്യങ്ങൾ മെമ്പർമാരറിയാതെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും ഒരു സ്വകാര്യ കറക്ക് കമ്പനിയായി ബ്ലോക്ക് പഞ്ചായത്തിനെ കൊണ്ടുപോകുന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് അതിനെതിരെ പ്രതികരിക്കാൻ ഞാൻ തീരുമാനമെടുത്തത്. ഓംബുഡ്സ്മാനിൽ നിന്ന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും മുബാറക് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ബ്ലോക്ക് ഭരണസമിതി നാളെ രാവിലെ 10:30 യോഗം ചേരും. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ.